ഈ പടുത മൂടിയ ഒരു വീട്ടിലാണ് ഞങ്ങൾ കിടക്കുന്നത്. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ആർമി ചേരണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ്. കോച്ചിങ്ങിന് പോകാൻ എനിക്കുള്ള സാമ്പത്തികം എനിക്കില്ല. കൂലിപ്പണിക്കൊക്കെ പോകുന്ന കാരണം എനിക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് നോക്കാം. പിന്നെ വീട്ടിലും ബുദ്ധിമുട്ടൊക്കെ ആയ കാരണം എനിക്ക് നോക്കാനൊരു ബുദ്ധിമുട്ടാണ്. മറ്റൊരാൾക്ക് വേണ്ടി സഹായം ചോദിച്ചാണ് ഈ മനു എന്ന് പറയുന്ന പയ്യൻ എൻ്റെ അടുത്ത് നിന്ന്. പക്ഷെ അവന്റെ കഥ കേട്ടപ്പോൾ അതിലും സങ്കടമാണ്. കാരണം അവന് വീടില്ല. ഞാൻ തന്നെ അവിടെ പോയത് എനിക്കറിയാം എന്താ പ്രയാസം. അവിടെ ചെന്ന് വിടാൻ പോലും പാടുപെട്ട്, അതായത് വനത്തിനുള്ളിൽ ആ കുടിലിൽ ഇവൻ താമസിക്കുകയാണ്. വേണ്ട എന്നാ ഉണ്ട്? നിങ്ങളെയൊക്കെ കാണാൻ വന്നില്ലേ, അത് തന്നെ എനിക്ക് സന്തോഷമാണ്. ഞാൻ അറിഞ്ഞു കാര്യങ്ങളൊക്കെ അറിഞ്ഞു. വളരെ ബുദ്ധിമുട്ടാണ്, വളരെ വിഷമിച്ചാണ് നിങ്ങൾ വിഷമിച്ചാണ് നിങ്ങൾ നിൽക്കുന്നതെന്നൊക്കെ അറിഞ്ഞു. അതുകൊണ്ടല്ലേ ഓടി വന്നത് ഞാൻ. ഇവിടുത്തെ ആകെ വിഷമത്തിന് ഒരു കുടിലാണ്. കുടിലൊന്നും പറയത്തില്ല. ഇവിടെ ഇവർ 3 മക്കളെയും അപ്പൻ അമ്മ എല്ലാവരും താമസിക്കുന്നുണ്ട്. ഇവിടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ കുടുംബം നോക്കുന്ന ഇയാളാണ്. ഇയാൾ കൂലിപ്പണിക്ക് പോയിട്ടാണ് ബാക്കി പെങ്ങളെ പഠിപ്പിക്കുന്നതും ഇയാൾ പഠിക്കുന്നതും എല്ലാം. കൂലിപ്പണി ചെയ്ത് ഈ വീട് പോറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ഇയാളുടെ ആഗ്രഹമാണ് ആർമിയിൽ പോയി ജോയിൻ ചെയ്യണമെന്നുള്ളത്. റേഷൻ അരി മേടിക്കാൻ പോലും നിവൃത്തിയില്ല. നിങ്ങളെ ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് പോവോ? ഈ അവസ്ഥയിൽ നിന്ന് കരകയറ്റാനല്ലേ ഞാൻ വന്നത്. ഒന്നുമില്ല, തനിക്ക് രാജ്യത്തെ സേവിക്കണമെന്ന് ആഗ്രഹമില്ലടോ. അവന് ജോലി വേണം തന്നെ വായിച്ചു പഠിക്കുന്നത്. എൻ്റെ കൊച്ചു പള്ളിക്കൂടത്ത് പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഒരു ആഹാരം പോലും കഴിക്കാനില്ല. പള്ളിക്കൂടത്ത് ഇപ്പോൾ കോളേജിൽ പിള്ളേർ ആഹാരം കഴിക്കുന്ന സമയത്ത് എൻ്റെ കൊച്ചു പൈപ്പ് വെള്ളം കുടിക്കുക, തുളസി എല്ലാം തിന്നാണ് അവൻ നിന്നത്. പൈപ്പ് വെള്ളം കുടിച്ചാണ് ഇയാള് ഞാൻ താഴെ പോയിരുന്ന ഈ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് മതിയടോ. ഇതാണ് അന്തസ്സ്. താൻ കേറ്. എനിക്ക് ഒരാൾ സപ്പോർട്ട് ചെയ്ത് തന്നാ പോരെ. നാടിനു വേണ്ടി എന്നും എണീറ്റ് നിന്ന് എപ്പം വേണേലും ഉറങ്ങാതെ സേവിക്കുന്നവരാണ് പട്ടാളം. അവർ സത്യം പറഞ്ഞാൽ അവർക്ക് സല്യൂട്ട് തന്നെ ഞാൻ കൊടുക്കുള്ളൂ. കേരളത്തിൽ ഇങ്ങനെയും കുറെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ഇവരെയൊക്കെ മുന്നിൽ എത്തിച്ചില്ലെങ്കിൽ ഇതൊന്നും ആരും കാണാനില്ല. എന്നെ കുറ്റം പറയാൻ മാത്രമേ ആൾക്കാരുണ്ടാവുള്ളൂ. പക്ഷെ ഇവരെ പോലെയുള്ളവരുടെ വിഷമങ്ങൾ കാണാൻ ആരും ഉണ്ടാവില്ല. നിങ്ങൾ നോക്കിക്കോണം. ഇതാണ് ഇവർ കുടിക്കുന്ന വെള്ളം. ഇവിടെ അനിയത്തി കുളിക്കുന്നത്. ഞാൻ എൻ്റെ മുണ്ടോ അല്ലെങ്കിൽ സാരി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനൊന്ന് മറച്ചു വെക്കും. മേലോട്ട് ഇവിടെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തി കുളിപ്പിക്കുന്നത്. ഞാൻ വെള്ളം കോരി കൊടുക്കുകയൊക്കെ ചെയ്യും. ഇവിടെയൊക്കെ ആനകൾ വരും. ഇവിടെ എല്ലാ ആന വരും. കഴിഞ്ഞ ദിവസം ഇവിടെ നിൽക്കുമായിരുന്നു ആന. ഒറ്റയാന ഇവിടെ നിൽക്കുമായിരുന്നു. നിങ്ങൾ എങ്ങനെ ധൈര്യത്തോടെ കിടക്കുന്നു? ഞങ്ങള് അച്ഛനൊക്കെ ഉള്ളതിന്റെ പേരിൽ ഞങ്ങൾ ഇവിടെ നിന്ന് കിടക്കുന്നു. അല്ലാതെ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. അച്ഛനുണ്ടെങ്കിലും അച്ഛനും അമ്മയ്ക്കും ഉറക്കമൊന്നുമില്ല. ഞങ്ങൾ ഇച്ചിരി നേരം കണ്ണടയ്ക്കുമ്പോഴത്തേക്ക് ആന എന്തായാലും ഈ പ്രദേശത്ത് ഇവിടെ എല്ലാം വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അച്ഛൻ പറയാം, എഴുന്നേക്ക് മക്കളെ കണ്ട് ആന വന്ന് നിൽക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങള് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. നല്ല വീട്. തന്റെ മാത്രം വീട് എങ്ങനെയാ? ആണോ മോളെ? അതിന്ന് മാറ്റം വരണ്ടേ? വരണോ? മാറ്റം വേണേ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചേ. മാറ്റം വേണമെന്ന് പറഞ്ഞേ. മാറ്റം വരണം അല്ലേ? വീട്ടിൽ നമുക്ക് മാറ്റം വരുത്തണ്ടേ? ഇത് 4 ലക്ഷം രൂപയുണ്ട്. ഈ വീടിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക, വൃത്തിയാക്കുക വീട്. ഓക്കെ, ഇനി വന്നേടോ. തന്റെ ആഗ്രഹമാണല്ലോ. എന്താ ആഗ്രഹം? എനിക്ക് ആർമി പോകണം. ആർമി പോകണം. കൊല്ലത്ത് എനിക്ക് ആർമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ട്രെയിനിങ് വന്നിട്ടുണ്ട്. എനിക്ക് അതിന് ചെലവെന്ന് പറഞ്ഞാൽ 37,000 രൂപ അതിന് ചെലവ് വരുന്നുണ്ട്. 37,000 രൂപ ഫീസാണ്. 37,000 രൂപ ഒരു ഫീസ് തന്നിട്ട് ഞാൻ അങ്ങ് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് തീരില്ല. എനിക്ക് അവിടെ ഹോസ്റ്റലിൽ ജീവിക്കണ്ടേ? ഏകദേശം എൻ്റെ കണക്കൂട്ടലനുസരിച്ച് ഹോസ്റ്റലിലെ ഫീസും ട്രാവലിങ്ങും എല്ലാം കൂടെ കൂടുമ്പോൾ 2 ലക്ഷം രൂപയോളം വരും 2 വർഷത്തേക്ക് അല്ലേ? ഈ 2 ലക്ഷം രൂപ വിളിച്ചു. നാളെ തന്നെ താൻ പോയി അവിടെ ചേർന്ന് എനിക്ക് എൻ്റെ അടുത്ത് തന്നെ താൻ വരണം. അതിൻ്റെ ഒരു ആഗ്രഹം. പൊക്കോട്ടെ ഇടൂ. ചേര് കേട്ടോ. ഫോട്ടോയോ? അതെന്തിനാ? ഫോട്ടോയിലല്ല, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഫോട്ടോയിലും വലുതല്ലേ എനിക്ക് വേണ്ടി ഒരു നേരം നിങ്ങൾ മാത്രമല്ല, ഈ കാണുന്ന ജനങ്ങളെല്ലാം എനിക്ക് വേണ്ടി ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ അത് മാത്രം മതി. ഒരു ഫോട്ടോയും വെക്കണ്ട. ഫോട്ടോ വെക്കാൻ ഞാൻ ആരുമില്ല. അത് ദൈവം മാത്രമാണ്. സന്തോഷത്തോടെ ഞാൻ പോവാ. പോകട്ടെ. എല്ലാ കാര്യവും ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ തൻ്റെ ഒരു പട്ടാളത്തിൽ ചേരണമെന്നുള്ള അല്ലെങ്കിൽ ആർമി ചേരണമെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ ആദ്യപടിയായ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഞാൻ കൊണ്ടുപോയി ചേർക്കുവാണ്. തന്നെ ഹാപ്പി അല്ലേ? എനിക്ക് എന്തെടുത്തോ കേട്ടോ. ഓക്കെ പോയിട്ടോ ചേർന്ന് നാളത്തെ എല്ലാ വകയാ ഒരു പട്ടാളക്കാരനെ കേട്ടോ.